സന്തോഷമുള്ള ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചുരുക്കം പേർക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും എത്രത്തോളം സമയം ദൈവത്തെ ആരാധിച്ച് മഹത്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം നൽകി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ നാം ദിവസത്തിലായിരിക്കുകയാണല്ലോ. തീർച്ചയായും ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവിൽ നിന്ന് ഹല്ലേലൂയ ദൈവിക ദൂതുകളെ കേൾപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കും. ഇന്ന് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്നത് ഹല്ലേലൂയ നമുക്കെല്ലാവർക്കും സുപരിചിതമായ, നമ്മളെല്ലാവരും കേട്ട് നല്ല പരിചയമുള്ള, സ്തോത്രം ബൈ ഹാർട്ടായിട്ട് നമുക്കറിയാവുന്ന ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ഇഷ്ടത്തിന് എടുത്തതല്ല. സ്തോത്രം ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഏത് ഹല്ലേലൂയ വചനമാണ് ദിവസം എടുക്കേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം ഈ വചനം എനിക്ക് നൽകി തരുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ എത്ര ദൈവവചനം ഏത് ഭാഗത്തുനിന്ന് കേട്ടാലും സ്തോത്രം ആ കേൾക്കുന്ന വചനം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ 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 ദൈവിക മർമ്മങ്ങളെയും മന്നയെയും നൽകിത്തന്ന് നമ്മളെ പോഷിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ആരാണ്? വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നമ്മളെല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിതരായിട്ടാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ അല്പനേരത്തെ ദൈവിക വചന ചിന്തയ്ക്കായും ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയുമാണല്ലോ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ക്ഷീണങ്ങളൊക്കെ മാറുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ വചന ധ്യാനം അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഇന്ന് ഏലിയാവിൻ്റെ സ്തോത്രം ജീവിത ചരിത്രമാണ്. ജീവിതചരിത്രം മീൻസ് ഏലിയാവ് കടന്നുപോയ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി കൂടി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം ഏലിയാവ് സ്തോത്രം ആരാണ്, ഹല്ലേലൂയ എങ്ങനെയൊക്കെയുള്ള ദൈവിക പദ്ധതിക്കായി സ്തോത്രം ഏലിയാവിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു എന്നും സ്തോത്രം താൻ എങ്ങനെ ദൈവത്തിന് മുൻപാകെ ആയിരുന്നുവെന്നും ഹല്ലേലൂയ ഒക്കെ നമുക്ക് 18-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ 19-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ 18 പൂർത്തിയാകുന്ന സമയത്ത് വളരെ ശക്തമേറിയ ദൈവിക ശുശ്രൂഷകളെ ചെയ്യുകയും താൻ സേവിച്ചു വരുന്ന ദൈവം ആരാണെന്ന് ഹല്ലേലൂയ ആഹാബ് എന്ന രാജാവിൻ്റെ മുൻപാകെ ഹല്ലേലൂയ പ്രശേഷാൽ ഹല്ലേലൂയ ജാതികൾ കാണെ ഹല്ലേലൂയ വലിയ ഒരു സ്തോത്രം യാഗം നടത്തി ഹല്ലേലൂയ താൻ സേവിച്ചു വരുന്ന ദൈവം ആരാണെന്ന് ലോകത്തിന് മുൻപാകെ തെളിയിച്ച ഒരു ഭക്തൻ. ഹല്ലേലൂയ 19-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ദൈവം അവനിൽ പകർന്ന അഭിഷേകവും ദൈവം അവനിൽ പകർന്നിരുന്ന ദൈവത്തിൻ്റെ ശക്തിയുമെല്ലാം ചോർന്ന് നഷ്ടപ്പെട്ടു പോയവനെ പോലെ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഒളിക്കുന്ന അവസ്ഥയാണ് നമുക്ക് 19-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒന്ന് വായിച്ചേ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആഹാബ് സ്തോത്രം കർത്താവിൻ്റെ അഭിഷിക്തനായ ഏലിയാവിൻ്റെ മേൽ ദൈവം പകർന്ന ശക്തിയുടെ അല്ലെങ്കിൽ തന്നിലൂടെ ചെയ്തെടുത്ത ദൈവിക ദൗത്യത്തിൻ്റെ ഒരു പൂർണ്ണത കണ്ടതാ അല്ലേ? സ്തോത്രം. ദൈവിക അഭിഷേകം എങ്ങനെയാണ് തന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ട ആഹാബ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഴ അവിടെ പെയ്യാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം ആഹാബിനടുത്ത് ഏലിയാവ് പറയിപ്പിച്ചു ഇപ്രകാരം, മഴ പെയ്യുന്നതിന് മുന്നമേ നീ രഥം പൂട്ടി വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നമേ രഥം പൂട്ടി ഓടിയ ആഹാബ്. സ്തോത്രം. എന്നാൽ ആ 18-ന്റെ എൻഡിലേക്ക് നാം വരുമ്പോൾ കാണുവാൻ കഴിയുന്നു ആഹാബിൻ്റെ രഥം ഓടി ഇസ്രായേലിൽ എത്തുന്നതിന് മുന്നമേ ഓടുവാൻ തക്കവണ്ണം ഒരു അഭിഷേകം ആരുടെ മേലുണ്ടായിരുന്നു? ഏലിയാവിൻ്റെ മേലുണ്ടായിരുന്നു. സ്തോത്രം. ഇതാര് കണ്ടു? ആഹാബ് കണ്ടു. ഹല്ലേലൂയ. സ്തോത്രം. ഇത് കണ്ട ആഹാബ് നേരെ പോയി എന്താ ചെയ്തേ? ഹല്ലേലൂയ. നേരെ പോയി ഇസബേലിനോട് വിവരമൊക്കെയും പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം.
അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഹല്ലേലൂയ ഇവിടെ ഏലിയാവ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പലതും പറഞ്ഞു കൊടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് കേട്ട് അവനെതിരായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇസബേൽ എന്ന ഒരു ശക്തി അവിടെ എഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ഇസബേലിൻ്റെ ശക്തിക്ക് എന്താണ് ഈ അഭിഷിക്തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞത്? ദൈവം അതുവരെ ഹല്ലേലൂയ പകർന്നിരുന്ന ദൈവിക അഭിഷേകത്തിൻ്റെ എന്തിനാ പറയുക, ഇങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹല്ലേലൂയ ദൈവം ആരാണെന്നുള്ള ബോധ്യവും അല്ലെങ്കിൽ ദൈവം എന്തിനു വേണ്ടിയാണ് അവനെ വിളിച്ച് വേർതിരിച്ചെന്നുള്ള ബോധ്യം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയിലേക്ക് ആർക്ക് ചെന്നെത്തേണ്ടി വന്നു? ഏലിയാവിന് ചെന്നെത്തേണ്ടി വന്നു. ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഭയക്കുമായിരുന്നോ? ഹല്ലേലൂയ. ഇസബേലിൻ്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇത്രയും പേടിക്കേണ്ട ആവശ്യം ഏലിയാവിനില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇതാ ആഹാബ് ഒരു ഹല്ലേലൂയ വാർത്ത അവിടെ പകർന്നു കൊടുത്തപ്പോൾ അത് ഇസബേലിലൂടെ തൻ്റെ ശക്തിയെ ചോർത്തിക്കളയുന്ന അല്ലെങ്കിൽ തൻ്റെ ദൈവിക അതുവരെ താൻ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ദൈവിക ശക്തിയുടെ ഹല്ലേലൂയ ഒരു ചോർച്ച ആർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു? ഏലിയാവിന് അനുഭവിക്കുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മൾ എന്ത് ചെയ്യും? വളരെ ശക്തമായ നിലയിൽ ദൈവിക അഭിഷേകവുമായി ഹല്ലേലൂയ നമ്മൾ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇതേപോലെ ഹല്ലേലൂയ ആത്മീയ ഗോളത്തിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? സ്തോത്രം അതും ഇതും പറഞ്ഞു കൊടുത്തുകൊണ്ടും ഹല്ലേലൂയ സ്തോത്രം നമ്മളെപ്പറ്റി പലതും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ആഹാബിൻ്റെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കേട്ടിട്ട് പ്രവർത്തിക്കുന്ന ഇസബേൽ എന്ന പോലെയുള്ളൊരു വ്യക്തിയുടെ കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഇത് എന്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നു? ഒരു അഭിഷിക്തൻ്റെ ആത്മീക ശക്തിയെ ചോർത്തിക്കളയുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഏലിയാവ് ഈ ഇസബേലിൻ്റെ വാക്ക് കേട്ട് ഭയന്ന് ഓടുകയാണ്. എങ്ങോട്ടാണ് താൻ ഓടിയത്? മരുഭൂമിയിലേക്ക്. ഹല്ലേലൂയ. ഈ ഭയം താനിലേക്ക് കടന്നു വരുന്നതിന് മുന്നമേ സ്തോത്രം തന്നെ കൊന്നുകളയുമെന്നുള്ള ദൂത് ആരാ വന്ന് കൈമാറിയേ? ഇസബേലിൻ്റെ ദൂതൻ അല്ലേ? ഇസബേൽ അയച്ച ഒരു ദൂതനാ വന്ന് കൈമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി അവനെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചെങ്കിൽ ഹല്ലേലൂയ പലരുടെയും വാക്ക് കേട്ട് അവൻ്റെ ശക്തി ഒരു പക്ഷെ ചോർന്നു പോയെന്ന് വരാം. പക്ഷേ ഹല്ലേലൂയ അവനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന് എന്തുണ്ട്? അവനെക്കുറിച്ച് ഹല്ലേലൂയ ആ പദ്ധതി അവനിലിട്ടിരിക്കുന്ന നിയോഗത്തിൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കണമെന്ന് ദൈവത്തിന് എന്തുണ്ട്? ഹല്ലേലൂയ ആഗ്രഹമുണ്ട്. ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ ഈ ഏലിയാവ് എന്ന ഭക്തൻ ഹല്ലേലൂയ ഓടിപ്പോയി മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ അഭയം തേടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഇവനെ ഹല്ലേലൂയ നമുക്ക് ഇസബേലിൻ്റെ ദൂതൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇസബേലിൻ്റെ ദൂതൻ വന്ന് ഈ വാർത്ത പറഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ഇവൻ്റെ ഹൃദയം എന്തായി തീർന്നത്? ഭയത്തിലേക്ക് കടന്നു പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മരുഭൂമിയിൽ നമുക്ക് വേറൊരു ദൂതനെ കാണാൻ കഴിയുന്നുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവം അയച്ചൊരു ദൂതൻ ആരുടെ അടുക്കൽ വന്നു? ഏലിയാവിൻ്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അതിന് അർത്ഥം എന്താ? ഹല്ലേലൂയ ഈ ലോകത്തിലുള്ളവരും പലതും പറഞ്ഞ് നിന്റെ അഭിഷേകത്തെ എന്ത് ചെയ്യും? സ്തോത്രം ചോർത്തിക്കളയുന്ന അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകും. അത് ലോകത്തിൻ്റെ ദൂതന്മാരാണ് ആ കാണിച്ചു കൂട്ടുന്നത് അല്ലേ? എന്നാൽ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ആ അഭിഷേകത്തിൻ്റെ ചോർച്ച വരുമ്പോൾ, നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമ്മൾ തകരുമ്പോൾ നമ്മൾ എവിടെ സ്തോത്രം ഇനി ഏലിയാവ് പറഞ്ഞതുപോലെ ഇനി എനിക്ക് മതി യഹോവേ, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നാം എത്തിച്ചേരുന്ന അവസ്ഥയിൽ നിന്നിലും എന്നിലും പദ്ധതി ഇട്ടിരിക്കുന്ന ദൈവം, എന്നിലും നിങ്ങളിലും ദൈവിക നിയോഗങ്ങളെ പകർന്നിരിക്കുന്ന ദൈവം എന്തു ചെയ്യും? വേറൊരു ദൂതനെ നമുക്ക് അനുകൂലമായി അയക്കും. ആ ദൂതൻ ഇന്ന് രാത്രി നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസബേലിന്റെ ദൂതൻ വന്ന് ഏലിയാവിനെ തളർത്തിയെങ്കിൽ ദൈവം അയച്ചൊരു ദൂതൻ വന്നിതാ ഏലിയാവിനെ ശക്തിപ്പെടുത്തി. ഇന്ന് രാത്രി ഹല്ലേലൂയ കുഴഞ്ഞിരിക്കുന്ന, മനസ്സ് തകർന്നിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന, ഇനി എനിക്ക് മതി യഹോവേ എന്ന് പറഞ്ഞിരിക്കുന്ന ചിലരെ ദൈവം ദൂതനെ അയച്ച് ശക്തിപ്പെടുത്താൻ പോവുകയാണ്.
ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ തകർന്നിരിക്കുന്ന തകർച്ചയുടെ അവസ്ഥയിൽ, ഞാൻ ഹല്ലേലൂയ പതറിയിരിക്കുന്ന ഹല്ലേലൂയ എൻ്റെ ജീവിത സാഹചര്യത്തിന് നടുവിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൂതൻ എൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി വിടുതല. ഹല്ലേലൂയ. ഞാൻ തകർന്നിരിക്കുകയപ്പാ, ഞാൻ വേദന. ഏലിയാവിനെ പോലെ ഏലിയാവ് എന്താ പറഞ്ഞേ? മതി യഹോവേ, മതി യഹോവേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ നിന്റെ അഭിഷേകം ക്യാരി ചെയ്ത് ശരിയാ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മുൻപാകെ നിന്റെ വചനവുമായി ഞാൻ നിന്നതാ, എൻ്റെ അപ്പനെ ഉയർത്തിപ്പിടിച്ചതാ. ഹല്ലേലൂയ. എല്ലാം ശരിയാപ്പാ, പക്ഷെ ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, ഇനി എനിക്ക് താങ്ങുന്നതിന് പരിധിയുണ്ട് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ തണലിലായിരുന്നവൻ കേവലം ലോകത്തിന്റെ ഒരു ചൂരച്ചെടി തണലിൽ അഭയം തേടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ ഹല്ലേലൂയ തണലിരുന്നവൻ ഒരു ചൂരച്ചെടിയുടെ തണലിൽ അഭയം തേടേണ്ട അവസ്ഥ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വിഷൻ എവിടെ പോയി നിന്നു? ഹല്ലേലൂയ. എല്ലാവരെയും വെല്ലുവിളിച്ചു. 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന എന്താണ്? ഹല്ലേലൂയ ബാലിന്റെയും അശേര പ്രതിഷ്ഠയുടെയും അതിൻ്റെയൊക്കെ ഹല്ലേലൂയ പൂജാഗിരികളിൽ ഹല്ലേലൂയ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരുന്ന ഹല്ലേലൂയ ജാതീയ പ്രവാചകന്മാരുടെ മുൻപേ ഹല്ലേലൂയ തല ഉയർത്തി നിന്ന ഒരു ശക്തനായ അഭിഷിക്തൻ ഹല്ലേലൂയ എന്ത് ചെയ്തു? ഹല്ലേലൂയ ആ അഭിഷേകത്തിൽ താൻ നിൽക്കുമ്പോഴും തനിക്ക് ബോധ്യമുണ്ട്. എന്താ ബോധ്യം? സ്തോത്രം. എനിക്ക് തണലായി എൻ്റെ ഒരു ദൈവമുണ്ട്, എനിക്ക് തണലായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചിന്ത ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലില്ലേ? നമ്മളെല്ലാവരും ഹല്ലേലൂയ ദൈവിക ഹല്ലേലൂയ ശക്തിയോടെ ജീവിതം മുന്നോട്ട് ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ നമ്മുടെ ആന്തരിക ഹല്ലേലൂയ സ്തോത്രം മനസ്സിനകത്ത് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചിന്ത എന്താ? എൻ്റെ കൂടെ എനിക്ക് തണലായി ആരുണ്ട്? ആരുണ്ട്? വായ് തുറന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ ശക്തനായ ദൈവം. അവൻ എനിക്ക് തണലാ, അവൻ എന്നെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. എനിക്കെതിരെ ഈ ഹല്ലേലൂയ ഈ ഏലിയാവിൻ്റെ കൂട്ടത്തിൽ ഏലിയാവിൻ്റെ മുൻപാകെ വന്ന സ്തോത്രം ഈ അശേര പ്രതിഷ്ഠകളുടെ ഹല്ലേലൂയ അത് പൂജാഗിരികളുടെ നടുവിൽ പ്രതിഷ്ഠ ഹല്ലേലൂയ സ്തോത്രം പൂജ നടത്തിക്കൊണ്ടിരുന്ന പ്രവാചകന്മാരുടെ നടുവിൽ ഏലിയാവിന് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ നമുക്കെല്ലാവർക്കും ആ ബോധ്യം ഉണ്ടാവണം. നാം കടന്നു പോകുന്ന ദൈവത്തെ നാം മുന്നിൽ നിർത്തേണ്ട സമയങ്ങളിൽ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അഭിഷേകത്തെ ഞാൻ ക്യാരി ചെയ്യുന്നവനാണെന്ന് സ്തോത്രം തെളിയിക്കേണ്ടുന്ന സമയങ്ങളിൽ എന്ത് വേണം നമുക്ക്? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തിന് തണലിൽ കഴിയുന്നവനാണെന്നുള്ള ബോധ്യം ആർക്കുണ്ടാവണം? നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ 19-ാം അധ്യായത്തിൽ ഇസബേലിന്റെ ദൂതൻ വന്ന് ഈ ഹല്ലേലൂയ നിന്നെ കൊന്നുകളയുമെന്നുള്ള വാർത്ത കേട്ടപ്പോഴത്തേന് ഹല്ലേലൂയ താൻ ഭയന്നു. ഇതാ വലിയ തണലിൻ്റെ കീഴിലിരുന്നവൻ ഒരു ദിവസം മരുഭൂമി നടന്നുപോയി ഒരു ചെറിയ ചൂരച്ചെടിയുടെ തണലിൽ അഭയം തേടി. പ്രൈസ് ദി ലോർഡ്. വിഷൻ എവിടെ പോയി നിന്നു? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. വിഷൻ എവിടെ പോയി നിന്നു? ഹല്ലേലൂയ. ഉയർന്ന നിലയിൽ ചിന്തിച്ചവൻ, ഉയർന്ന നിലയിൽ നിന്ന ദൈവിക ഹല്ലേലൂയ അഭിഷേകത്തിൽ നിന്നവൻ, അവൻ്റെ ചിന്താഗതി എവിടെ പോയി നിന്നു? സ്തോത്രം. വളരെ ലോ ലെവലിലേക്ക് അത് പതിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇതാ സ്തോത്രം ആ തകർച്ചയുടെ അവസ്ഥയിൽ ഇതാ ദൈവം അയച്ചൊരു ദൂതൻ അവൻ്റെ അടുക്കിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്താ അവിടെ കാണാൻ കഴിയുന്നത്? സ്തോത്രം. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നു. സ്തോത്രം. എന്നിട്ട് എന്തു ചെയ്തു? 5-ാം വാക്യം വായിച്ചേ. ആമേൻ. നോക്കിക്കേ, ഇതാ ദൂതൻ വന്നിരിക്കുക. സ്തോത്രം. തകർന്നവനെ ബലപ്പെടുത്താൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മളിവിടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചിരിക്കുക. നിങ്ങളുടെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളുടെ അവസ്ഥകളെ കാണുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇവിടെ ആരെ അയച്ചിട്ടുണ്ട്? ദൈവത്തിൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? സ്തോത്രം. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ, നിങ്ങളുടെ തകർന്നിരിക്കുന്ന മനസ്സിനെ ഹല്ലേലൂയ ബലപ്പെടുത്താൻ ദൂതനെ അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഇവിടെ ഇതാ ഏലിയാവിൻ്റെ അടുക്കിലേക്ക് ദൂതനെ അയച്ചിട്ട് ഹല്ലേലൂയ അവൻ്റെ തകർന്ന അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇത് തിന്നിട്ടും കുടിച്ചിട്ട് ആളെന്ത് ചെയ്യുക? പിന്നെയും കിടന്നുറങ്ങി. ഹല്ലേലൂയ. അത്രയ്ക്കും വിഷൻ ഡൗൺ ആയിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം.
വീണ്ടും തട്ടി ഉണർത്തുകയാണ്. രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് അല്ലോ. അപ്പോൾ തൻ്റെ ദൗത്യത്തെ, എന്തിനു വേണ്ടിയാണ് ഏലിയാവേ ഞാൻ നിന്നെ വിളിച്ചത്, എന്തിനാണ് ഏലിയാവേ ഈ ദേശത്തിൻ്റെ നടുവിൽ ഹാലലി ഇത്രയും വലിയ അഭിഷേകം ക്യാരി ചെയ്യുന്ന ഒരു അഭിഷിക്തനായി നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്, ഹാലലുയ എന്ന ഹാലലിയ ദൈവിക ദൂതുകളെ, ദൈവിക പദ്ധതിയെ വീണ്ടും ദൈവം ഓർപ്പിച്ചുണർത്തുകയാണ്. ഹാലലി മറന്നുപോയ ഏലിയാവിൻ്റെ മുമ്പിൽ. ആമേൻ, സ്തോത്രം. അപ്പം നഷ്ടപ്പെട്ട ബോധ്യത്തെ അല്ലേ, താൻ ആരാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം തന്നെ വിളിച്ചത്, എങ്ങോട്ടാണ് താൻ പോകേണ്ടുന്നത്, ഈ ബോധ്യങ്ങളെ എല്ലാം ഇസബേലിൻ്റെ അല്ലെങ്കിൽ ആഹാബ് പറഞ്ഞു കൊടുത്ത ഹാലലുയ ഇൻഫർമേഷൻ പാസ് ചെയ്തതിലൂടെ എന്ത് പറ്റി? നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ താനിതാ രണ്ടാമതും ദൈവം കൊടുത്ത ഭക്ഷണം കഴിച്ച് ബലപ്പെട്ട് 40 രാവും 40 പകലും എന്ത് ചെയ്തു? സ്തോത്രം. യാത്ര ചെയ്ത് എവിടെ എത്തി? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലെത്തി. സ്തോത്രം. അപ്പോൾ ആ നടത്ത കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തായി? താൻ വീണ്ടും ശക്തിപ്പെട്ടു അല്ലേ? ശക്തിപ്പെട്ടു. നമ്മൾ വിചാരിക്കും ശക്തിപ്പെട്ടു, ബലപ്പെട്ടു, ഇനി തനിക്ക് എന്തില്ല, ഇനി പഴയതുപോലെ താൻ പേടിക്കത്തില്ല, ഭയപ്പെടത്തില്ല എന്ന് ചിന്തിക്കും. എന്നാൽ താഴോട്ട് കാണുന്നത്, പിന്നെയും കാണുന്നത് എന്താ? പിന്നെയും താൻ പോയി എന്ത് ചെയ്യുക? ഒളിക്കാൻ അഭയം തേടുകയാണ് അല്ലേ? താനൊരു ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അത്രയ്ക്കും ഒരു ഭീതിയുടെ അവസ്ഥ അല്ലേ, അത്രയ്ക്കും ഭയത്തിൻ്റെ അവസ്ഥ സ്തോത്രം തൻ്റെ മേൽ വന്നു. അഭിഷേകത്തിന് വലിയ ചോർച്ച ഉണ്ടായിരുന്നു, ചെറിയ ചോർച്ചയല്ല. സ്തോത്രം. ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, ഹല്ലേലൂയ, ദൈവ അഭിഷേകം നമ്മുടെ മേൽ പകരും. എന്നാൽ ആ അഭിഷേകത്തെ ഹല്ലേലൂയ സൂക്ഷിച്ചില്ല എങ്കിൽ അതെന്ത് ചെയ്യും? ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ ആരെയാ പിശാച് പരീക്ഷിച്ച്? ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടി തെറ്റിച്ച് കളയുവാൻ പിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ആരുടെ ജീവിതത്തിൽ സംഭവിച്ചു? ഏലിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ. വലിയൊരു അഭിഷേകത്തിൻ്റെ ചോർച്ച വന്നു. ഹല്ലേലൂയ. വലിയൊരു ഭയത്തിൻ്റെ അവസ്ഥ തന്നിൽ കടന്നു വന്നു. വലിയ ഒരു ഇരുളിൻ്റെ അവസ്ഥ ഹല്ലേലൂയ തൻ്റെ ആത്മമണ്ഡലത്തിൽ ഏലിയാവ് അനുഭവിക്കാൻ തുടങ്ങി. സ്തോത്രം. അതുകൊണ്ട് താൻ എങ്ങോട്ട് പോയി? ഒരു ഒളിസങ്കേതം കണ്ടെത്തി ഹല്ലേലൂയ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി അവിടെ ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ സ്തോത്രം 9 മുതൽ നിന്ന് വായിച്ചേ, 9-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്നു രാപാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. സ്തോത്രം. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ കൂടി ഞാൻ അധ്വാനിച്ചിരിക്കുന്നു അല്ലേ. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നോക്കിക്കേ, അപ്പോൾ ദൈവത്തിന് മുൻപാകെ താൻ എന്ത് ചെയ്തു? തൻ്റെ ഹൃദയം മുഴുവനായി പകർന്നു. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ താൻ കടന്നു പോകുന്നതെന്ന് താൻ ഹല്ലേലൂയ ഹൃദയം തുറന്ന് പറഞ്ഞു. സ്തോത്രം. ഹൃദയം തുറന്ന് കർത്താവിനോട് പറഞ്ഞില്ലെങ്കിൽ ആരറിയും? കർത്താവ് അറിയും. അതുകൊണ്ടാണ് ഇവിടെ വന്നേ, തേടി ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ അത് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഹല്ലേലൂയ. ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ നടന്നു. കർത്താവ് ഹല്ലേലൂയ അവർക്ക് എല്ലാ ദൗത്യങ്ങളെയും പറഞ്ഞു കൊടുത്തു. എന്നിട്ടും അവർക്ക് എന്ത് പറ്റി? പലപ്പോഴും അവർ ദൗത്യങ്ങളെ മറന്നവർ ഹല്ലേലൂയ അവരുടെ ഇഷ്ടത്തിലേക്ക് തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ അവരെ തേടി യേശു എന്ത് ചെയ്തു? വീണ്ടും അവരുടെ അടുക്കിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇത് അത് തന്നെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഒരു ദൗത്യത്തോടു കൂടി ഏലിയാവിനെ വിളിച്ചുവെങ്കിൽ ഹല്ലേലൂയ ആ ദൗത്യത്തിന് നടുവിൽ വെച്ച് ഇതാ ഹല്ലേലൂയ ഏലിയാവിൻ്റെ ഹല്ലേലൂയ അഭിഷേകം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ കടന്നു വന്നു. ഹല്ലേലൂയ. ഭയം കടന്നു വന്നു. ആ ഭയത്തിന് നടുവിൽ താൻ ഇതാ ഒളിച്ചിരിക്കുകയാണ്. സ്തോത്രം. ആദ്യം ഹല്ലേലൂയ ചൂരച്ചെടി തണലിൽ ഒളിച്ചു, അവിടെ ദൈവം വന്നു. ഇന്നാലും ഇപ്പോൾ ഇതാ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുക, അവിടെയും കർത്താവ് വന്നു. ദൈവത്തിന് എന്തില്ല? ഏലിയാവിനെ വിട്ടുകളയാൻ മനസ്സില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അല്ലേ.
സ്തോത്രം. പലപ്പോഴും ദൈവത്തോട് കൂടുതലായി അടുത്തു വരും, ദൈവിക അഭിഷേകത്തെ ദൈവം പകരും. ഹല്ലേലൂയ. എന്നാൽ എവിടെയൊക്കെ ദൈവിക അഭിഷേകം ചോർന്നു പോകുന്നുവോ അന്ന് എന്ത് പറ്റും? ദൈവവും നമ്മളുമായിട്ടുള്ള വലിയൊരു അകൽച്ച ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്ത് ചെയ്യും? സ്തോത്രം. ഈ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ അടുക്കിലേക്ക് വന്ന് കാര്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവ് പറയാതെ തന്നെ ഏലിയാവിൻ്റെ അവസ്ഥകളെല്ലാം ആർക്കറിയാം? ദൈവത്തിന് അറിയാം, അല്ലേ? നമ്മൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരുടെ അവസ്ഥകൾ ആർക്കറിയാം? പറയാതെ തന്നെ കർത്താവിനറിയാം. പക്ഷേ ചില സമയങ്ങളിൽ ദൈവം നമ്മുടെ അടുക്കൽ വരും. സ്തോത്രം. നമ്മുടെ അടുക്കൽ വന്ന് ചോദിക്കും. ഏലിയാവ് പറഞ്ഞ പോലെ പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പറഞ്ഞതുപോലെ പറഞ്ഞോണം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ഏലിയാവ് ചില കാര്യങ്ങൾ തൻ്റെ വേദന മുഴുവനും ദൈവത്തിന് മുൻപാകെ ഇറക്കി വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു പോർഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ എന്നോട് ദൈവം സംസാരിച്ച ഒരു വാക്ക്, ഒരു സബ്ജക്റ്റ്, ഒരു പ്രത്യേക പോർഷനാണ് തൊട്ടടുത്ത വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞു എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? പുറത്തു വന്ന് യഹോവയുടെ മുൻപാകെ നിൽക്കാൻ പറഞ്ഞു. സ്തോത്രം. ഏലിയാവ് റെഡിയായി പുറത്തു വന്ന് ഗുഹയുടെ വെളിയിൽ നിൽക്കാൻ റെഡിയായി വരിക. വരുമ്പോൾ എന്താ വെളി സംഭവിക്കുന്നത്? വായിച്ചേ. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇതാ യഹോവ 11 വായിക്ക്. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. സ്തോത്രം. എന്നാൽ അതിൽ ആരുണ്ടായിരുന്നില്ല? യഹോവയില്ലായിരുന്നു. സ്തോത്രം. അടുത്തെന്താ വന്നേ? ഭൂകമ്പം, അല്ലേ? ഒരു ഭൂകമ്പം ഉണ്ടായി. അതിലാരില്ലായിരുന്നു? യഹോവയില്ലായിരുന്നു. അടുത്തെന്താ ഉണ്ടായ? തീ. അതിൽ യഹോവയില്ലായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഈ വചനം കേട്ടിട്ടുള്ളപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച്, മൃദുസ്വരത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളൂ, അല്ലേ? പക്ഷെ ഞാനിത് ദൈവസേന ഇരുന്നപ്പം ഒരു ചെറിയൊരു ചിന്ത ദൈവം എൻ്റെ മനസ്സിലേക്ക് തന്നു. ഇവിടെ എന്താണ് ഏലിയാവിൻ്റെ അവസ്ഥ? ഞാൻ ദേവദാസന്മാർ നേരത്തെ സംസാരിച്ചുള്ള കാര്യങ്ങൾ തെറ്റല്ലെന്നല്ല പറഞ്ഞു കേട്ടോ, എല്ലാം കറക്റ്റാണേ. സ്തോത്രം. പക്ഷേ ഇവിടെ ഏലിയാവിൻ്റെ അവസ്ഥ എന്താ? ഏലിയാവ് ഭയന്നു പോയി, ഇല്ലേ? ദൈവത്തിന് ഏലിയാവിൻ്റെ ഭയത്തെ മാറ്റണം. ഒന്നാമത്തെ കാര്യം അതാ. ഏലിയാവിന് എന്ത് ചെയ്യണം? ദൈവത്തിന് എന്ത് ചെയ്യണം? ഏലിയാവിൻ്റെ ഭയത്തെ മാറ്റണം. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു, പാറകളെ ഇളക്കി, അല്ലേ? പാറകളെ പൊടിച്ചു കളഞ്ഞു. പർവ്വതങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നത്? പാറകളെ തകർത്ത് കളഞ്ഞു. ആമേൻ, സ്തോത്രം. ഭൂകമ്പമുണ്ടാക്കി. തീയുടെ അവസ്ഥ അവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതിനു മുന്നേ ദൈവം പറഞ്ഞു, ഏലിയാവേ നീ വെളിയിൽ വാ, വന്ന് ഇതിന് മുമ്പിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിളിച്ചത് ദൈവമാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഭക്തൻ വെളി വന്ന് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇസബേലിനെ പേടിച്ച് ഓടിയവനാ. അങ്ങനെ ഓടിയവൻ്റെ മുൻപാകെ ദൈവം പാറകളെ തകർത്തു. ഹല്ലേലൂയ. വലിയ ഭൂകമ്പമുണ്ടാക്കി. വലിയൊരു തീയുടെ അവസ്ഥ കൊണ്ടുവന്നു. ഇതെല്ലാം എന്തിനാ കൊണ്ടുവന്നേ? പറ. ഭയത്തെ മാറ്റാൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാ എന്നോട് സംസാരിച്ച അങ്ങനെ ആ സമയം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ. ഹല്ലേലൂയ. അടുത്ത ദൈവം വെച്ചിരിക്കുന്ന അടുത്ത നിയോഗത്തിലേക്ക് ഏലിയാവിന് പോകണമെങ്കിൽ ഏലിയാവിന് ഭയം മാറണം. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ ഭയം മാറണം. ഭയം മാറാതെ ഹല്ലേലൂയ ഒരു അഭിഷേകവും ചലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ചിലരുടെ ഭയങ്ങളെ മാറ്റുന്ന ദൈവിക അഭിഷേകം ചലിക്കുകയാ. ആർക്കാവശ്യമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പ്രതികൂലങ്ങളുണ്ടല്ലോ, അത് നമ്മളെ തകർക്കാൻ മാത്രമുള്ളതല്ല കേട്ടോ, ശക്തിപ്പെടുത്താനുള്ളതാ. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് വരും, പാറകളെ തകർക്കുന്നത് പോലെയും കുന്നുകളെ ഇടിച്ചു കളയുന്നത് പോലെയും ഹല്ലേലൂയ ഭൂകമ്പം പോലെയുള്ള അവസ്ഥകൾ ഏലിയാവിന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുക. തീ കടന്നു വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന തീ വന്ന പ്രശ്നമില്ലടാ. സ്തോത്രം. ഭൂകമ്പം ഉണ്ടായാൽ വിഷയമില്ല. ഹല്ലേലൂയ. പാറകൾ ഇളകിയാൽ വിഷയമില്ല.
ഹല്ലേലൂയ. സ്തോത്രം. അവൻ കാത്തു നിൽക്കുന്നതിന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ഹല്ലേലൂയ ഇവൻ ആരായി? ശക്തനായി മാറി. ഹല്ലേലൂയ. തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഹല്ലേലൂയ സ്തോത്രം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആർക്ക് കഴിഞ്ഞു? ഹല്ലേലൂയ ഏലിയാവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാ നമ്മോട് വിളിച്ചു പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടെടുക്കുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അതിനെ ഹല്ലേലൂയ ആഗ്രഹത്തോടെ ദൈവത്തിന് മുൻപാകെ ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളിലേക്ക് ആ ദൈവിക അഭിഷേകത്തെ മടക്കി നൽകുവാൻ എൻ്റെ അപ്പൻ വിശ്വസ്തനാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 15-ാമത്തെ വാക്യം വായിച്ചേ. എന്താ പറയുന്നത്? ശബ്ദം കേട്ടതിന് ശേഷം വീണ്ടും ഹല്ലേലൂയ തനിക്ക് ഉണ്ടായ അവസ്ഥകളെയൊക്കെ വീണ്ടും ഒന്നുകൂടെ അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് വായിക്കണ്ട. 15 വായിച്ചേ. ആ ആ ആ സ്തോത്രം. 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 നോക്കിയേ, ഒരുപാട് കാര്യങ്ങളെ സ്തോത്രം ഈ ഒരു വിഷയത്തിന് ഈ ഒരു വിഷയത്തിലൂടെ താൻ കടന്നു പോയതിനു ശേഷം എലിയാവ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ദൈവം അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഹല്ലേലൂയ ഇട്ടിരിക്കുന്ന മെയിൻ പദ്ധതികളെ ഇവിടെ എടുത്ത് ഹല്ലേലൂയ ദൈവാത്മാവ് എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ, ഹല്ലേലൂയ ചിലരെ പ്രവാചകന്മാരായി അഭിഷേകം ചെയ്യുവാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആരിൽ പദ്ധതി ഇട്ടിരിക്കുകയാണ്? ഏലിയാവിൽ പദ്ധതി ഇട്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഏലിയാവേ നീ പുറത്തു വാ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ വീണ്ടെടുത്തുകൊണ്ട് നീ പുറത്തു വാ. ആമേൻ. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ വീണ്ടും ദൈവത്തിന് പ്രാപിച്ചെടുത്തുകൊണ്ട് നീ പുറത്തു വന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഏലിയാവിനെ കൊണ്ട് ചെയ്യിച്ചതുപോലെ രാജകീയ അഭിഷേകത്തെയും ഹല്ലേലൂയ പ്രവാചക അഭിഷേകത്തെയും ഹല്ലേലൂയ ചിലരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം എന്നെയും നിങ്ങളെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇതാ ഏലിയാവ് അവിടുന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എലീശയിലേക്ക് വരുന്ന ആ ഒരു സംഭവം മാത്രം 19-ാമത്തെ വാക്യം മാത്രം വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടെത്തണം. എലീശ എന്ത് ചെയ്തു? ദൈവം മുന്നിക്കൊണ്ട് കൊടുത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ഇട്ടിരിക്കുന്ന ദൈവിക നിയോഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. ദൈവിക അഭിഷേകത്താൽ കണ്ടെത്തണം. ഇന്ന് രാത്രി ഹല്ലേലൂയ ഭയം മാറിയവളായി നാം മാറിയിട്ട് ദൈവിക അഭിഷേകത്താൽ ഹല്ലേലൂയ ഞാനും നിങ്ങളും ദൈവം തന്നിരിക്കുന്ന നിയോഗത്തെ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ എലീശയെ ഹല്ലേലൂയ ഏലിയാവ് കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവേ ഹല്ലേലൂയ നിന്നേക്കാൾ ഇരട്ടി പങ്ക് അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന ഒരുവനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാ നിന്നെ ദൈവം അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ സ്തോത്രം. നിന്നേക്കാൾ ഇരട്ടി പങ്ക് അഭിഷേകമുള്ള ഒരുവനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തിരഞ്ഞെടുക്കുവാൻ, അവനെ കണ്ടെത്തുവാൻ ദൈവം നിന്നെ നിയോഗിച്ചു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ ഏലിയാവ് എലീശയെ കണ്ടെത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ നമ്മോട് പറയുകയാ, ഹല്ലേലൂയ സ്തോത്രം. എന്നെയും നിങ്ങളെയും ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ചിലരെ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകത്തെ ഡബിൾ പോർഷനായി ക്യാരി ചെയ്യുന്ന ചിലരെ കണ്ടെത്താൻ ദൈവം ഇന്ന് രാത്രി നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചിലരെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി കണ്ടെത്താൻ, ചിലരെ കണ്ടെത്താൻ. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, തകർന്നുപോയ ഏലിയാവിനെ ഹല്ലേലൂയ സ്തോത്രം ഇസബേലിന്റെ വാക്ക് കേട്ട്, ഇസബേലിന്റെ ദൂതൻ ശബ്ദം കേട്ട് മനസ്സിൽ ഹല്ലേലൂയ സ്തോത്രം ഭയം കടന്നു വന്ന് ഹല്ലേലൂയ ഇനി മരിച്ചാൽ മതി യഹോവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വലിയ തണലിനെ മറന്നുപോയി, ദൈവത്തിന്റെ അഭിഷേകത്തെ ഹല്ലേലൂയ സ്തോത്രം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയി ചൂരച്ചടിയിലും ഗുഹയുടെ ഉള്ളറകളിലും ഒതുങ്ങിയ ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ വീണ്ടും ശക്തിപ്പെടുത്തി പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്.
ഓ റമന ഹദുരമന ഹംശികം ധനാദിയ റീഖല രഗദ രഗനം ശംധനാദിയ. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകർന്നാട്ടെ. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ കടന്നു വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഏലിയാവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഏലിയാവിനെ ദൈവം വിളിച്ചത് ഹല്ലേലൂയ സ്തോത്രം ഒരു ഇരട്ടി പങ്കിന് ശുശ്രൂഷയുടെ ഹല്ലേലൂയ ഒരുവനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം രാത്രി ഞാനൊരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ, എന്നിലൂടെ കണ്ടെത്തുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഏലീശമാരെ ഞാൻ പുറത്തു കൊണ്ടുവരും. റാലമന ഹംദുര രഗദ ലഗദ രഗന രഗദ ശംദരാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നമുക്ക് കൃപ തരും, കർത്താവ് നമുക്ക് കൃപ തരും. ഹല്ലേലൂയ. എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേട്ടാലും, എന്തെല്ലാം ഹല്ലേലൂയ സ്തോത്രം പ്രതിസന്ധിയിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ അഭിഷേകത്തെ ചോർന്നു പോകാതെ ഇന്ന് രാത്രി നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ, ഹല്ലേലൂയ, നിന്റെ ആത്മീയ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ അഭിഷേകം ചോർന്നു പോകാതെ സൂക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ എവിടേക്കോ എൻ്റെ അഭിഷേകം ചോർന്നു പോയിട്ടുണ്ട്. ഇന്ന് രാത്രി അത് മടക്കി തരണമേ, ഇന്ന് രാത്രി അത് മടക്കി തരണമേ. ഹല്ലേലൂയ സ്തോത്രം. ആഗ്രഹത്തോടെ ചോദിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും കടന്നു വന്നത് എങ്ങനെയെങ്കിലും ആരാധന കൂടി പോയാൽ പോരാ, ലിസ്റ്റിൽ പേര് കാണിച്ചാൽ പോരാ. ഹല്ലേലൂയ സ്തോത്രം. വ്യത്യസ്തയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവസത്തിലേക്ക് നമ്മളെ താഴ്ത്തിയേൽപ്പിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, നല്ല കർത്താവേ, തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ കേൾക്കപ്പെട്ട ദൈവജനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ ഹല്ലേലൂയ പലപ്പോഴും തകർന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ കർത്താവെ, വീണ്ടും ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് ദൂതനെ അയച്ച് ഹല്ലേലൂയ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, നിനക്ക് ദൂരയാത്ര പോകുവാനുണ്ട്. ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ ചിലരെ അഭിഷേകം ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ ചില ഹല്ലേലൂയ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാനുണ്ട് എന്ന് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഹല്ലേലൂയ വചനത്തോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ വചനത്തിന് മുൻപാകെ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവസം തലവണയ്ക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതെല്ലാം ഘടനായി സ്തോത്രം കർത്താവ്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ. തിരുമാറിൽ ഞങ്ങളെ മറക്കണം, യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് ചേർന്ന് പറയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ ഹല്ലേലൂയ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും നമ്മുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ.